ദിവ്യ എസ് അയ്യർ കോൺഗ്രസിനോടും സംഘീസിനോടുമുള്ള ആ അംഗപ്പുറപ്പാടിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. ഓരോ ദിവസവും ഓരോരോ മോഡലിലാണ് പ്രവൃത്തി കൊണ്ട് ഇവരുടെ മസ്തകത്തിലടിക്കുകയും കുരുകൾ പൊട്ടിച്ച് തകർക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസവും പങ്കുവച്ചു ഒരു ചിത്രം. സ്വാഭാവികമായിട്ട് ആ ചിത്രം കണ്ടാൽ പൊള്ളുവോ ഇല്ലേ എന്ന് നിങ്ങൾ തന്നെ നോക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ചിത്രമുള്ള ഒരു ഫ്ലെക്സ് കൃത്യമായി കാണുന്ന തരത്തിൽ ഇരുന്നു കൊണ്ട് ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ട് അവർ ഇൻസ്റ്റയിൽ പങ്കുവെച്ച കുറിപ്പ് ഇതാണ്. വിഴിഞ്ഞം ഗവൺമെൻറ് സ്കൂളിലെ മക്കൾക്കുള്ള പുത്തൻ യൂണിഫോം 1000 മുഹബത്തിൻ ശീലുകളാൽ നെയ്തെടുത്തത് വിഴിഞ്ഞത്തെ എൻ്റെ കുഞ്ഞു മക്കൾക്ക് ഈ പുതു അധ്യയന വർഷം അനുഗ്രഹീതമാകട്ടെ എന്ന നിലയ്ക്ക് ഒരു ചിത്രം പങ്കുവച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിൽ എന്താണ് പ്രത്യേകതയെന്ന് ചോദിച്ചാൽ, ആ യൂണിഫോം വിതരണത്തിൻ്റെ ഉദ്ഘാടനത്തിന് ദിവ്യ എസ് അയ്യർ പങ്കെടുത്ത വേദിയിലിരുന്നാണ് ഈ ചിത്രം പങ്കുവച്ചിട്ടുള്ളത്. ഒരു ക്ലോസപ്പ് ഷോട്ടിൽ പങ്കുവയ്ക്കാമായിരുന്ന പോസ്റ്റാണ്. പക്ഷേ അത് ഒരു വൈഡ് ഫ്രെയിമിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ചിത്രം ആലേഖനം ചെയ്ത ഫ്ലെക്സ് പുറകിലുണ്ട്. അതുകൂടി ദൃശ്യമാകുന്ന തരത്തിൽ ഇങ്ങനെ ഒരു ചിത്രം പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ സംസാരിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ടെന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടും. അതും ചിന്തിക്കുന്നവർക്ക് മാത്രം. ആ രാഷ്ട്രീയമാണ് വിഴിഞ്ഞത്തെ ജനങ്ങൾക്ക് കൊടുത്ത ഉറപ്പുകൾ സർക്കാർ പാലിക്കുന്നുണ്ട് എന്ന കൃത്യമായ സന്ദേശം. ഇതിനോടൊപ്പം തന്നെ മറ്റൊരു ചിത്രം കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നു. അതുകൂടി ചേർത്ത് വയ്ക്കുമ്പോൾ ഇത് പൂർണ്ണതലത്തിൽ അർത്ഥവത്താകും. ആ ചിത്രം ഒരുപക്ഷെ കേരളത്തിലെ സംഗീസിനെ സംബന്ധിക്കുന്നിടത്തോളം വല്ലാത്ത പൊള്ളലേൽപ്പിക്കുന്ന ചിത്രമാണ്. നോക്കിയേ, പർദ്ദയിട്ട ഒരു ഉമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു ചിത്രമാണ്. ഈ ചിത്രം കണ്ടാൽ സംഘികളെ സംബന്ധിച്ച് പറയണ്ടല്ലോ. കേരളത്തിൽ ന്യൂനപക്ഷ വേട്ടയ്ക്ക് വേണ്ടി പല കുതന്ത്രങ്ങൾ പയറ്റുന്നതിനിടെ ഈ നാട്ടിലെ മനുഷ്യരെയെല്ലാം ചേർത്ത് പിടിക്കുന്നതാണ് മനുഷ്യത്വം എന്നുള്ള സന്ദേശം അവരുടെ ഒരു ചിത്രത്തിലൂടെ പുറത്തേക്ക് കൊടുക്കുകയാണ്. ആ ചിത്രത്തിനോടൊപ്പം പങ്കുവെച്ച കുറിപ്പുണ്ട്. അത് കേരളത്തിൽ അടുത്ത ഭരണം പിടിക്കാൻ വേണ്ടി മത്സരിക്കുന്നവരുടെ നെഞ്ചത്ത് തറയ്ക്കുന്ന ആണിയായി മാറും. ആ വാചകങ്ങൾ ഇങ്ങനെയാണ്: നെഞ്ചിനുയിരെ മൊഞ്ചു മലരെ, എൻ്റെ വിഴിഞ്ഞത്തിൻ പൊന്നുമക്കൾക്ക് കഴിഞ്ഞ വർഷം നൽകിയ ഉറപ്പ് കേരള സർക്കാർ പാലിക്കുകയാണീ നാളിൽ. ഒരു വ്യാഴവട്ടക്കാലത്തിൻ പഴക്കമുള്ളവരുടെ സ്വപ്നത്തിന് വിഴിഞ്ഞം ഗവൺമെൻറ് ഹാർബർ LP സ്കൂൾ ഇനി മുതൽ UP സ്കൂൾ. ഈ സ്നേഹസമ്മാനം എൻ്റെ ജീവിതത്തിലെ മറക്കാനാകാത്ത നിമിഷങ്ങൾ. ഇതാണ് കുറിപ്പ്. അതിനുള്ളിലെ രാഷ്ട്രീയമുണ്ട്. വിഴിഞ്ഞം LP സ്കൂളിനെ UP സ്കൂൾ ആക്കുക എന്ന ആവശ്യം കഴിഞ്ഞ വ്യാഴവട്ടക്കാലമായി ഉണ്ട്. അതായത് പുണ്യാളൻ മുഖ്യമന്ത്രിയുടെ കാലഘട്ടം തൊട്ട് തന്നെ ഈ ആവശ്യമുണ്ട്. അതിനെ ഏറ്റവും ഒടുവിൽ അതിൻ്റെ ചുവപ്പ് നാടകൾ അഴിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ യാഥാർത്ഥ്യമാക്കി കൊടുക്കുകയാണ്. അതും പുതിയ അധ്യയന വർഷം. ആ അധ്യയന വർഷത്തിൽ ആ തീരുമാനം പ്രഖ്യാപിക്കുന്ന സന്ദർഭത്തിലെ ചിത്രമാണ്. ആ ചിത്രം കാണുമ്പോൾ ഈ അടുത്ത് പെഹൽഗാമിലുണ്ടായ വെടിവയ്പ് സന്ദർഭത്തിൽ കേരളത്തിലെ രാമചന്ദ്രൻ്റെ മകൾ അവിടെ ഉണ്ടായ അനുഭവവും അതിനുശേഷം തനിക്ക് അവിടെ നിന്ന് 2 മുസ്ലിം സഹോദരങ്ങളെ കിട്ടി എന്നുള്ള പ്രതികരണം നടത്തിയപ്പോൾ സൈബർ അറ്റാക്ക് നടത്തിയ സംഘികൾക്കുള്ള ഒരു മറുപടി കൂടിയാണ്. നിങ്ങൾ ഈ നാട്ടിൽ ന്യൂനപക്ഷ വെറുപ്പുൽപ്പാദിപ്പിക്കാൻ വല്ലാതെ പരിശ്രമിക്കുമ്പോൾ മതേതര മനസ്സുള്ള മനുഷ്യർ അത് റദ്ദാക്കുന്നുണ്ട് ഇതുപോലുള്ള ചിത്രങ്ങളിലും ഇതുപോലുള്ള പ്രവൃത്തികളിലൂടെ. അതുകൊണ്ട് ഈ നാടിനെ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയില്ലെന്നും ഈ നാടിൻ്റെ മതേതരത്വവും ഈ നാടിൻ്റെ സമാധാനവും ഒപ്പം എല്ലാ വിഭാഗം ജനങ്ങൾക്കുള്ള അടിസ്ഥാന ആവശ്യങ്ങളെല്ലാം ഈ സർക്കാരിൻ്റെ കയ്യിൽ ഭദ്രമാണെന്ന് ഈ ചിത്രങ്ങൾ തെളിയിക്കുന്നുണ്ട്. അത് തന്നെയാണ് അത് പുറത്തേക്ക് ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയമെന്ന് നിസ്സംശയം പറയാം. ദിവ്യ എസ് അയ്യർ ഉടവാളെടുത്ത് ഉറഞ്ഞു തുള്ളുന്നുണ്ട്. വാക്കുകൾ കൊണ്ടല്ല, പ്രവൃത്തി കൊണ്ട്. പല പ്രവൃത്തിയും സംഘപരിവാറുകാരും കോൺഗ്രസ്സുകാരും പറഞ്ഞുണ്ടാക്കുന്ന നുണക്കഥകളുടെ മസ്തകത്തിലടിച്ച് നശിപ്പിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.